ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം സെയിം ബട്ട് ഡിഫറെന്റ്, നോ മണി നോ ഹണി, ഗുഡ് ഗേൾ ഗോസ് ടു ഹെവൻ, ബാഡ് ഗേൾ ഗോസ് ടു ഹെവൻ, അങ്ങനെ ഒരു പാട്ടില്ലേ അല്ലേ? എനിക്കിത് കേട്ട സമയത്ത് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ആ ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് 2 കാര്യം പറയാനുണ്ട്. കാര്യം നമ്പർ 1, ഗൈസ് എക്സ്ക്യൂസ് മൈ ഫേസ്, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. നല്ല പനിയാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എവിടേക്കും ഒരു ആരോഗ്യമൊക്കെ എടുത്ത് വെച്ച് വന്നിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ്. വയ്യാത്തതുകൊണ്ട് ഞാൻ വർക്കിന് പോലും പോയിട്ടില്ല. ആൻഡ് കാര്യം നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ അമ്മയുടെ ഒച്ചപ്പാടും ഏട്ടൻ്റെ ഒച്ചപ്പാടും കേൾക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവർ 2 പേരും സൈലൻ്റ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയാൽ അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് ആ സൗണ്ടുകൾ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാണ്ട്, കാര്യം നമ്പർ 3, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഓഫ് കോഴ്സ് എൻ്റെ ബ്രദറിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഞാനിതിട്ട് ആൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറി വരുമ്പോൾ ഇത് കാണും. ചിലപ്പോൾ എനിക്ക് ചീത്തയായിരിക്കും, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ പകുതി വെച്ച് ഇത് അയച്ചു വെച്ച് വേറെ ഡ്രസ്സ് ഇട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ ഒരു 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ചിട്ട് അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമത് ഓഫ് കോഴ്സ് ഇറ്റ്സ് കെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിലും അത് വലിയൊരു ഡിസ്കഷൻ ആവലുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, റീസെൻ്റ്ലി ഉണ്ടായിരുന്നൊരു വലിയ കോൺട്രവേഴ്സി വഴി അഹാന കൃഷ്ണയ്ക്ക് കിട്ടിയ ഒരു ഹെയ്റ്റ്, നെഗറ്റിവിറ്റി, അതുകൊണ്ടും ഈ ഒരു സാധനം വലിയ ഡിസ്കഷനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്താ, ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അഹാന കൃഷ്ണ അവരുടെ പേജിൽ ഒരു സാരി ഇറക്കി, ഐ തിങ്ക് ഇറ്റ്സ് രുക്മിണി. ആ സാരിക്ക് അവർ കോസ്റ്റ് കുറച്ചധികം പറഞ്ഞു. ഇതേ സെയിം സാരി വേറൊരു പേജിൽ കണ്ടു. ആ പേജ് നോക്കിയ സമയത്ത് അഹാനേൻ്റെ പേജിലുള്ള അത്ര കോസ്റ്റ് ഇല്ല, 2000-3000 രൂപയുടെ വ്യത്യാസം അതിൽ കണ്ടു. അത് ഡെഫിനറ്റ്ലി എടുത്തു, യൂട്യൂബിൽ വന്നു, സംസാരിച്ചു. ഈവൻ ആ വില കുറവുള്ള പേജുകാരെടുത്ത് DM ചെയ്തിട്ട് അഹാനേൻ്റെ പേജിലുള്ള അതേ സാരിയാണോ ചോദിച്ച സമയത്ത് അതേ സാരിയാണ് എന്നൊരു സാധനമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവരോട് ചോദിച്ചു പ്രൈസ് എന്താ ഇത്ര വ്യത്യാസം എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ വെൻഡറുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ പ്രൈസിന് ഞങ്ങൾ കൊടുക്കുകയാണ് എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ടോക്കായി, വൈ എന്തിന് ഇവർക്ക് വില കൂടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ഈ ടോപ്പിക് എടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അതവിടെ അങ്ങ് തീർന്നു എന്നാണ് കരുതിയത്. അഹാനേൻ്റെ സൈഡിൽ നിന്നോ അവരുടെ ഫാമിലീൻ്റെ സൈഡിൽ നിന്നോ ഒരു എക്സ്പ്ലനേഷനും വന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി, കഴിഞ്ഞ കോൺട്രവേഴ്സിയോടുകൂടി അവർക്ക് മനസ്സിലായി, ഈ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ കമൻറ്റോളികളോ പറയുന്നത് കേട്ട് ഞങ്ങൾ പറയാൻ നിന്നാൽ ഞങ്ങളുടെ കുഴി ഞങ്ങൾ തന്നെ തോണ്ടുന്ന അവസ്ഥയാണ് എന്ന് മനസ്സിലായി. ബുദ്ധിപരമായിട്ട് അവരൊന്നും മിണ്ടാണ്ട് വായ അടച്ചു സൈലൻ്റായിട്ട് നിന്നു. എന്നാൽ ഒരു ചേച്ചി ഇതങ്ങ് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത വീഡിയോ ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും പറയുന്നില്ല സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ഇവർക്ക് അഗെയിൻസ്റ്റ് ആവണം എന്നൊന്നും പറയുന്നില്ല. വ്യക്തിഗതമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ രേഖപ്പെടുത്തിയ അഭിപ്രായത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. സാരി സ്റ്റോർ ഹൈദരാബാദ്, 65 പോസ്റ്റ്, 2037 ഫോളോവേഴ്സ്. ആരെയും ഫോളോ ചെയ്യുന്നില്ല, ഹെൽനോസ് പാട്ടേൻ്റെ മൂടാന്ന് തോന്നുന്നു. സായി.വര എന്നാണ് അക്കൗണ്ട് പേര്. ഹാൻഡ് പിക്ഡ് സാരീസ് ഹൈദരാബാദ് ഓൺലൈൻ സ്റ്റോറി കുറേറ്റഡ് ബൈ മീര മുരളീധരൻ. അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് എന്നൊന്നും പറയുന്നില്ല, എല്ലാവരും 24 അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ആനേനെ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോന് ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ 607K വ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. റീച്ച് മുഖ്യം വികലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എങ്ങനെയാണ് ചേച്ചി ഈ വീഡിയോയിൽ എത്തിയേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ, ആളുടെ അക്കൗണ്ടിൽ ഒരു സാരിയുടെ റീല് അപ്ലോഡ് ചെയ്തു. ആ അപ്ലോഡ് ചെയ്ത റീൽ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് സൈഡിൽ കൂടെ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ചേച്ചിയുടെ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ആൾ പറഞ്ഞു ഇത് അഹാനേൻ്റെ പേജിലുള്ള സാരിയാണ്. ബട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, സെയിം ബട്ട് ഡിഫറെൻറ്റ്. പക്ഷേ അഹാനേൻ്റെ പേജിലുള്ള സാരിയാണ്, എനിക്കും അഹാനയ്ക്കും ഒരു ടേസ്റ്റാണ്, എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് ഇട്ട്. ആൻഡ് ഈ സാരീൻ്റെ റേറ്റും അഹാനേൻ്റെ പേജിലുള്ള സാരീൻ്റെ റേറ്റ് നോക്കുമ്പോഴും ഡിഫറെൻറ്റ്.
അപ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ 3-4 പേര് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ റിയാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. നമുക്ക് ആദ്യം ഇവരുടെ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. അഹാന കൊണ്ടുവന്ന സെയിം സാരി എന്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു, അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്ന? ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ഇതാണ് ചേച്ചിയുടെ വീഡിയോ നമ്പർ 1. ആദ്യത്തെ കാര്യം, അഹാന കൊണ്ടുവന്ന സാരി എൻ്റെ പേജിൽ ഞാൻ പ്രൈസ് കുറച്ചു കൊടുത്തു, അഹാന കൂട്ടിക്കൊടുത്തു. എങ്ങനെയാണ് ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റുക എന്നുള്ളൊരു സാധനം ചോദിച്ചു. നമ്മളെല്ലാവരും സാരി വാങ്ങുന്നത്, ഈ ഓൺലൈൻ പേജിൽ നിന്ന് ഞങ്ങൾ സാരി വാങ്ങുന്നത് ഒരിക്കലും തൊട്ട് നോക്കിയിട്ടല്ല, ആ ഫോട്ടോ, ആ ഇമേജ് കണ്ടിട്ടാണ്. ഓക്കെ, അല്ലാണ്ട് അഹാന കൊണ്ടുവന്ന സാരി ആയതുകൊണ്ട് തന്നെ ആ സാരിക്ക് ഒരു പ്രൗഢി കൂടുതലായിരിക്കും, നിങ്ങൾ വിൽക്കുന്ന സാരി ആയതുകൊണ്ട് തന്നെ അതിന് പ്രൗഢി കുറവായിരിക്കും. ഈ സാധനമൊന്നും കണ്ടിട്ടല്ല ഞാൻ വാങ്ങുന്നത്. ഞാൻ ആ ഫോട്ടോ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ചേരുമെന്ന് തോന്നി, എനിക്ക് അഫോർഡബിൾ ആയ റേറ്റ് ആണെങ്കിൽ ഞാൻ ആ സാധനം വാങ്ങി. അപ്പോൾ ഫോട്ടോ കൂടിയാണ് പലതിൻ്റെയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഓൺലൈൻ പർച്ചേസ് ഉള്ളൊരു സാധനത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, കാരണം നിങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് എന്ത് തുണിയാണ്, ഇത് ചുരുങ്ങോ ചുരുങ്ങില്ല, അത് വളയോ ഒടിയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. സാധാരണ ഒരു കോമണർ ആയിട്ടുള്ള വ്യക്തിനെ സംബന്ധിച്ച് ഫോട്ടോയിൽ കൂടെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും തുണി വാങ്ങുക. അപ്പം ഞങ്ങൾ ഫോട്ടോ നോക്കുന്ന സമയത്ത് അഹാനേൻ്റെ അതേ സാരി തന്നെയാണ് ഇപ്പുറത്തെ ആ പേജിൽ കണ്ടത്. നിങ്ങളുടെ പേജ് കണ്ടല്ല ഞങ്ങൾ പറയുന്നത്, മറ്റേ പേജ് കണ്ടേ. ഞങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പല്ലു പോർഷനിലാണെങ്കിലും എല്ലാ പോർഷനിലാണെങ്കിലും ഒരേ ഡിസൈൻ, ഒരേ ത്രെഡ് വർക്ക് എല്ലാം ഉണ്ട്. അഹാന ഓഫ് കോഴ്സ് നല്ല ക്യാമറയും നല്ല ലൈറ്റിങ്ങും വെച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പുറത്തെ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒതുങ്ങിയ രീതിയിൽ അവർ ആ സാധനം വെച്ചപ്പോൾ അതിൻ്റെതായ ഭംഗിയേ ഉള്ളൂ. ഡെഫിനറ്റ്ലി നമുക്ക് രണ്ടും ഒന്നാണ്, രണ്ടും ഒരുപോലെയാണ്. അപ്പം ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെടുത്തുനിന്ന് വാങ്ങിക്കോളാം നമ്മൾ പറയുന്നു. പൈസക്കാരായ ആൾക്കാർ വേണമെങ്കിൽ അവരെടുത്തുനിന്ന് വാങ്ങിക്കോട്ടെ. പക്ഷെ രണ്ടും ഒരുപോലെയായിട്ടും എന്തുകൊണ്ട് ഇത്ര വ്യത്യാസം വന്നു എന്ന് നമ്മൾ ചോദിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ചേച്ചി? ഈ ട്രാവൽ എക്സ്പെൻസ് ഓക്കെ ഫൈൻ, ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ഏത് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നു. ഇപ്പം ഞാൻ എടുക്കുന്നത് iPhone 15 കുറേ യൂട്യൂബേഴ്സ് സാധാരണ, ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ സാധാരണ സാംസങ്ങിൻ്റെ ഒരു 25,000 രൂപേൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാൽ യൂട്യൂബർ ഇവള് വീഡിയോ എടുത്തത് 25,000 ഫോണിലാണ്, അതുകൊണ്ട് ഇവക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. iPhone 17 എടുത്ത ആൾ iPhone 17 എടുത്തത്, അവന് കുറച്ച് അധികം പൈസ കൊടുക്കട്ടെ. ഇത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ചെയ്തോളൂ, നോ പ്രോബ്ലം. നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് കരുതി ബാക്കിയുള്ള ആൾക്കാരെ അതിന് അന്യായ പൈസ വാങ്ങണം എന്നുണ്ടോ? അതെന്ത് കളിയാ? ഇപ്പുറത്തെ ചേച്ചി സാധാരണ ക്യാമറയിൽ ചെയ്തു, മറ്റൊരു ഇച്ചിരി കൂടിയ ക്യാമറയിൽ പ്രൊഫഷണലി ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടിയ ക്യാമറയിൽ ചെയ്തവർക്ക് കൂടിയ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തെന്നാ? കടയിൽ നിന്ന് വാങ്ങുന്ന സാധനവും വീട്ടിൽ കൊണ്ടുവരുന്ന സാധനവും സെയിം ആണെങ്കിൽ രണ്ടിനും സിമിലർ പൈസയല്ലേ ചെയ്യുക. കുറച്ചും കൂടെ വീട്ടിൽ കൊണ്ടുവരുന്ന വ്യക്തിക്ക് കുറച്ച് അധികം പൈസ കൊടുക്കണ്ട, കാരണം നടന്ന് നമ്മുടെ മുമ്പിൽ എത്തുക. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെന്ത് കൈൻഡ് ഓഫ് ന്യായീകരണം ദാറ്റ് യു ആർ ട്രൈങ് ടു ഡു? അവരാരും ഹയർ ചെയ്യുന്നില്ല, അവർ തന്നെയാണ് സ്വയം മോഡൽ. അവർ പ്രത്യേകിച്ച് ആരും ഹയർ ചെയ്യുന്നില്ല. പിന്നെ ക്യാമറാമാരൊക്കെ പൊതുവെ എൻ്റെ ഒരു നിഗമന പ്രകാരം അവരെ പുറകെ നടക്കും. കാരണം റീച്ച് കിട്ടാൻ ഇന്ന ഷോട്ട് എടുത്തത് ഇന്ന ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 13 കൊളാബ് ആവാനുള്ള ചാൻസാണ്. പിന്നെ ഇതിൽ പറഞ്ഞൊരു സാധനം ഉണ്ട്, 2 എണ്ണം കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് ക്വാളിറ്റി പറയാൻ പറ്റുക. അപ്പം നിങ്ങൾ സെൽഫ് പറയുകയാണോ ഞാൻ ഈ വില കുറച്ച് കൊടുക്കുന്നത് എൻ്റെ സാരിക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണെന്ന്? ആ കോൺഫിഡൻസ് ഞാൻ സമ്മതിക്കുന്നതാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സ്വന്തം പേജിൽ വന്നിട്ട് ഞാൻ വില കുറച്ച് കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന അത്ര ക്വാളിറ്റി എനിക്കില്ലായിട്ടാണ്. പൊളിച്ച് പേജെന്ന് വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, തുറന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഇതിൽ പറഞ്ഞൊരു സാധനം ബ്രാൻഡ് വാല്യൂ. വാട്ട് ഈസ് ദിസ് ബ്രാൻഡ് വാല്യൂടാ? എന്ത് ബ്രാൻഡ് വാല്യൂ? അത്രമാത്രം ഒരു ബ്രാൻഡ് വാല്യൂ ഫിഗർ ഉണ്ടാ? ഇന്ന് ബ്രാൻഡ് വാല്യൂ ഫിഗർ ഇല്ലാത്ത ആരാ ഉള്ളത്? ആർക്കാ കൊളാബറേഷൻ കിട്ടാത്തത്? എത്ര വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് കൊളാബറേഷൻ കിട്ടുന്നുണ്ട്? എത്ര പേര് ചെയ്യുന്നുണ്ട്? എത്ര പേരുടെ ഫേസ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്? ഇപ്പം ഞാൻ റീസെൻ്റ്ലി റിയാക്ട് ചെയ്ത മൈ വേ ബൈ കല്യാണി, അവർക്ക് കൊളാബും കൊണ്ട് നിന്ന് തിരിയാൻ പറ്റുന്നില്ല. അവരത്രത്തോളം ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്?
വാട്ട് ഇസ് ദിസ് ബ്രാൻഡ് വാല്യൂ? ഈ ബ്രാൻഡ് വാല്യൂ എന്ന് വെച്ചാൽ ഞാൻ അഹാന കൃഷ്ണ എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് ബ്രാൻഡ് വാല്യൂ ഇല്ല. ജനങ്ങൾ കാണണം, ഇഷ്ടപ്പെടണം, അംഗീകരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ ഈ ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുന്നുള്ളൂ. അല്ലാണ്ട് ആരും കാണാണ്ട് മൈൻഡ് ചെയ്യണമെന്ന ബ്രാൻഡ്. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടു, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 6,000 എങ്ങനെയാണ് ഫോളോവേഴ്സ്. അതിലും റീച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഓൺലി ബിക്കോസ് അവരെ പ്രൊമോട്ട് ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ. പ്രൊമോട്ട് ചെയ്ത് അവർക്ക് തന്നെ റീച്ച് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളുടെ ഈ ഹാർഡ് വർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, കാണണം, ഇഷ്ടപ്പെടണം, കൂടെ നിൽക്കണം. അപ്പോൾ മാത്രം ഈ ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ 10 റുപ്യേൻ്റെ ചന്ദ്രിക സോപ്പ് ലാലേട്ടൻ ഉപയോഗിച്ചാൽ അത് 500 റുപ്യക്ക് വിൽക്കാനാ? 10 റുപ്യേൻ്റെ ചന്ദ്രിക സോപ്പ് അല്ലെ ഈ പറഞ്ഞതിൽ കൂടെ അതാ പറയുന്നത്. ബ്രാൻഡ് വാല്യൂ ഉള്ള ആൾക്കാർക്ക് എന്ത് പ്രൈസിലും വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക. 10 റുപ്യേൻ്റെ നൂഡിൽസ് ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ സിനിമാ നടി മഞ്ജു വാര്യർ കഴിക്കുകയാണെങ്കിൽ 100 റുപ്യക്ക് വിൽക്കാനാ? എന്തുവാടോ പറയുന്നത്? ന്യായീകരിക്കുക. കാരണം റീച്ച് ഉണ്ടാക്കി ഈ ടോപ്പിക്ക് വഴി. ബട്ട് ഡോണ്ട് എന്തേലൊക്കെ പറയില്ലേ. ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്. അപ്പൊ അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുണ്ടാക്കിയെടുത്തതാണ്. അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പൊ അവരോട് ഇത് യൂട്ടിലൈസ് ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർ യൂട്ടിലൈസ് ചെയ്തോളൂ. യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യണം. അവരാദ്യം തന്നെ യൂട്ടിലൈസ് ചെയ്തൊരു ബ്രാൻഡ് വാല്യൂ ആണ് കൃഷ്ണകുമാറിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. ഇതാരെ യൂട്ടിലൈസ് ചെയ്യേണ്ടവനെ ലെറ്റ് ദം യൂട്ടിലൈസ്. പക്ഷെ യൂട്ടിലൈസ് ചെയ്യുമ്പം കുറച്ച് കണ്ണിച്ചോര അല്ലെങ്കിൽ എന്താണ് പറയുക, അതിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഒരാളെ പറ്റിക്കുന്ന രീതിയിൽ, കബളിപ്പിക്കുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം എനിക്ക് പ്രൊമോഷൻസ് കിട്ടലുണ്ട്, ഞാൻ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പ്രൊമോഷൻസ് കിട്ടലുണ്ട്. എനിക്കിപ്പോൾ റീസെൻ്റ്ലി കിട്ടിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പ്രൊമോഷൻ. അവളെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ഞാൻ ഇപ്പോഴും എൻ്റെ പേജിൽ ഇട്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയോ, ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ അവളോട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പറഞ്ഞു, എടീ ഞാൻ 1-2 മാസം ഉപയോഗിക്കും, എന്നിട്ട് മാത്രമേ ഞാൻ ജെനുവിൻ റിപ്ലൈ തരൂ എന്ന് പറഞ്ഞിട്ട് ആ സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഞാനത് സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് അത്ര റിസൾട്ട് തോന്നിയാൽ മാത്രം പറയാമെന്ന് കരുതി മാത്രം. അതാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുക, തീരുക, അതിന് ശേഷം മാത്രം പറയുക ഉറപ്പുണ്ടെങ്കിൽ. ഇതാണ് നമ്മൾ ഈ ഒരു സാധനം. അന്നേരം ചില ആൾക്കാരുണ്ട് കിട്ടുന്നതെല്ലാം വാരി തേച്ചിട്ട് അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മളുടെ ഒരു ബിസിനസ് ആണെങ്കിലും അത് ചെയ്യുമ്പം നമുക്ക് നമ്മളതായ ഒരു ഇമോഷൻ വേണ്ടേ? വാങ്ങണം, അഫോർഡ് ചെയ്യണം, അല്ലെ അവർക്കും പറ്റണം. ഇപ്പം ഞാൻ പല സിറ്റുവേഷനിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്പ് മിന്ത്രയായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫ്ലിപ്കാർട്ടിലോട്ട് പോയി. ഇപ്പോൾ കറൻ്റ്ലി മീഷോയാണ്. എന്നാലും കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങൽ. എന്നാലും കാരണം അഫോർഡബിൾ എവിടെയാണോ, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണോ അവിടെയാണ് നമ്മൾ ഡെഫിനറ്റ്ലി വാങ്ങുക. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വരും, ഈ ചട്ടിക്ക് ആ കടയിൽ 50 രൂപ, അതേ ചട്ടിക്ക് ഇപ്പുറത്തെ കടയിൽ 200 റുപ്യ. എന്താണ് ആ ചട്ടി ഈ ചട്ടിയും തമ്മിലെ വ്യത്യാസം? എന്തിനാണ് ഇവരിങ്ങനെ കൊള്ള പൈസ വാങ്ങുന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ അഭിപ്രായം പറയുന്നു. ഞാൻ 2 വീഡിയോസ് ആണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം. വീണ്ടും പറയാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായി ഇടുന്ന വീഡിയോ എടുത്തു സംസാരിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് നിങ്ങളെ വളരെ മോശമായ രീതിയിൽ അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം ആർക്ക് വേണമെങ്കിലും എടുത്ത് സംസാരിക്കാം. ദർ ഇസ് നോ പ്രോബ്ലം. അല്ല, ഇങ്ങനെ സംസാരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായി ഇടണം. ഇവിടെ അതല്ല, പബ്ലിക്കായിട്ടതാണ്. സബ്സ്ക്രിപ്ഷനിൽ വരുന്ന പല സാധനങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആയിക്കൊണ്ട് നിൽക്കുന്ന കാലത്താണ് പബ്ലിക്കായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 4 ആൾ സംസാരിക്കരുതെന്ന്. നിങ്ങൾക്കിപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണ്? യു ക്യാൻ ഗോ ഫോർ കോപ്പി റൈറ്റ്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ചെയ്യാൻ പറ്റുന്നൊരു സാധനം കോപ്പി റൈറ്റ് സ്ട്രൈക്കാണ്. സ്ട്രൈക്ക് കൊടുത്താൽ ഡെഫിനറ്റ്ലി വി ഹാവ് അവർ ടീം ടു സപ്പോർട്ട് അസ്. നമ്മൾ ചെയ്യാത്തത് റോങ് അല്ല എന്ന് മനസ്സിലാക്കുന്നിടത്തോളം കാലം നമുക്കത് കൗണ്ട് കൊടുത്ത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. റീസെൻ്റ്ലി ഇപ്പം എൻ്റെ പല വീഡിയോസിനും എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ബ്രിങ്ങപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ ഓൺ വർക്കിലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ സ്ട്രൈക്ക് കൊടുത്തിങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിൽ സ്റ്റേർഡായി നിൽക്കണം. 4 ആൾ വന്ന് പറഞ്ഞാലും 5 ആൾ വന്ന് പറഞ്ഞാലും 10 ആൾ പറഞ്ഞാലും എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിരിക്കണം. അതിൽ പേടിയുള്ള കുറേ ടീമുകളാണ് ഈ സ്ട്രൈക്കും കോപ്പി റൈറ്റൊക്കെ അടിച്ചിട്ട് അയ്യോ പറയില്ലേ, ഹെയ്റ്റ് വരുന്നേ, നെഗറ്റീവ് വരുന്നേ എന്ന് പറഞ്ഞ് കളയുന്നത്. അത്രയ്ക്ക് ധൈര്യം ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്.
ബട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ പബ്ലിക് മീഡിയം. ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ എടുക്കും, സംസാരിക്കുകയും ചെയ്യും. ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം സെയിം ബട്ട് ഡിഫറെന്റ്, ഇതാണ് ചേച്ചിയുടെ ഒരു പ്രശ്നം. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇനി അഹാനെ എങ്ങാനും ഇവർക്ക് ഒരു മെസ്സേജ് അയച്ചോ, ദിയെ എങ്ങാനും ഇവർക്ക് ഒരു മെസ്സേജ് അയച്ചോ, കാരണം എനിക്കറിയില്ല ഇത്രത്തോളം. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി. കാരണം കുറെ നേരം സെയിം ബട്ട് ഡിഫറെന്റ്. നോക്കണ്ടടാ ഉണ്ണി, അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കണ്ടതിൽ കൂടെ മനസ്സിലായ ഒരു സാധനം, ഇവരുടെ മെൻഷൻ ചെയ്തത് മേ ബി കളർ ആയിരിക്കാം. അല്ലാണ്ട് അഹാനേൻ്റെ ക്ലോത്ത് അല്ല എൻ്റെ ക്ലോത്ത്, അഹാനേൻ്റെ ക്ലോത്തിന് മീറ്റർ ഇത്ര റേറ്റ് ആണ്, എൻ്റെ ക്ലോത്തിന് ഈ മീറ്റർ റേറ്റ് അല്ല, അഹാനേൻ്റെ ക്വാളിറ്റിക്ക് ഈ ക്വാളിറ്റിയാണ്, എൻ്റെ ക്ലോത്തിന് ഈ ക്വാളിറ്റി അല്ല. ഇതൊന്നും ഇവർ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവർ മെൻഷൻ ചെയ്തത് അഹാനേൻ്റെ പേജിൽ കണ്ട അതേ സാരി എൻ്റെ പേജിലുണ്ട്. ബട്ട് സെയിം ബട്ട് ഡിഫറെൻറ്റ്. സെയിം എന്ന് പറഞ്ഞാൽ ബട്ട് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുക ചിലപ്പോൾ ആനേൻ്റെ സാരി അല്ല എന്ന് ഉദ്ദേശിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ കളറ് കാണിക്കുന്നു, കളറ് പറയുന്നു. നമ്മൾ ഈ ബാഹ്യവശം ഞങ്ങളുടെയൊക്കെ കണ്ണിന് വലിയ പ്രശ്നമില്ല. ഈ കണ്ണ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ വലിയ വ്യത്യാസം തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ, ആനയുടെ പേജിൽ കാണിച്ച ഈ ഒരു സാധനത്തിന് ഈ ഒരു ക്ലോത്താണ്, അതുകൊണ്ട് അത് ഈ പ്രൈസ് ആയിരിക്കും. എൻ്റെത് കുറച്ചും കൂടെ ലോക്കൽ ക്ലോത്താണ്, ലോക്കൽ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഈ പ്രൈസാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ഞങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഞങ്ങൾക്ക് ഈ തുണി കണ്ടാൽ തന്നെ തുണീൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിവുള്ള തുണി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ. ഇതൊന്നും നിങ്ങൾ പറയാത്തിടത്തോളം കാലം സെയിം ഡിഫറെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ കരുതുക, നമ്മൾ കരുതുന്ന കളർ വ്യത്യാസമാണ്. അതിലെന്താ തെറ്റ്? എന്താണ് തെറ്റ് ചേച്ചി പറയൂ, എന്താണ് തെറ്റ്? അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് ആണ് അങ്ങനെ കണ്ടത്. അവർ 2 പേരും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരിയാണോ, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസ് കുറവാണെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു എന്താ ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ അഹാന ഇട്ടിരിക്കുന്നതെന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞു ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഓർഗാൻസയുടെ വ്യത്യാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഓർഗാൻസകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. കാരണം ഞാനിപ്പോൾ തുണിക്കടയിൽ പോകുന്നു, കുറേ റണ്ണിങ് മെറ്റീരിയൽസ് കാണുന്നു, ഓർഗാൻസ മെറ്റീരിയൽ ഉണ്ടോ ചോദിക്കും. അവർ ചെന്നിട്ട് ദിസ് ഈസ് സിന്തറ്റിക് ഓർഗാൻസ, ദിസ് ഈസ് ടിഷ്യൂ ഓർഗാൻസ, ദിസ് ഈസ് സിൽക്ക് ഓർഗാൻസ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഇതാണ് ഓർഗാൻസ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് ചോദിക്കുന്നു, കട്ട് ചെയ്ത് വാങ്ങുന്നു, അത്രയേ ഉള്ളൂ. അന്നേരം സിൽക്കിലോട്ട് പോകുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം പറയാം. കോട്ടണിലോട്ട് പോകുന്ന സമയത്ത് അവർ ഇങ്ങനെയുള്ള വ്യത്യാസം പറയാം. ഓർഗാൻസയിൽ ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഒരു ഈട്ടിൽ ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ദുൽഖറിൻ്റെ ഒരു പടമുണ്ട്, എനിക്ക് ആ പടത്തിൻ്റെ പേരിട്ടില്ല. അതിന് ശേഷം ഈ ഓർഗാൻസ സാരി ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് ഓർഗാൻസ വെച്ചിട്ട് ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഈ ക്ലോത്തിനെ കുറിച്ചിട്ട്. അപ്പം ഓഫ് കോഴ്സ് ഞാൻ വേറെ പല ക്ലോത്ത്സ് വാങ്ങുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഓർഗാൻസ അത്ര പ്രൈസി ആയിട്ടുള്ള സാധനമായിട്ട് തോന്നുന്നില്ല. ആൻഡ് നിങ്ങളാരും ഈവൺ അഹാന കൃഷ്ണയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ ലേഡി ആണെങ്കിലും നിങ്ങളിട്ട ക്ലോത്തിൽ ദിസ് ഈസ് ഓർഗാൻസ എന്ന് മാത്രമേ പറയൂ. ദിസ് ഈസ് സിന്തറ്റിക് ഓർഗാൻസ ഓർ ദിസ് ഈസ് ഇന്ന ഓർഗാൻസ, ടിഷ്യൂ ഓർഗാൻസ, ഇതൊന്നും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവിടെ സംഭവിച്ചൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 റുപ്യേൻ്റെ സാധനം 50 റുപ്യക്ക് വിൽക്കാൻ ശ്രമിച്ചു. ഇതാണ് സംഭവിച്ചത്. ഈ 10 റുപ്യക്ക് 50 റുപ്യക്ക് വിൽക്കുന്ന ആൾ വിശദീകരിച്ച് പറഞ്ഞില്ല. 10 റുപ്യേൻ്റെ ആൾ പറഞ്ഞു അഹാനേൻ്റെ അതേ സാരി എൻ്റെ പേജ് കിട്ടും വിത്ത് ദിസ് റേറ്റ്. ആൻഡ് അവർ സെയിം ഡിഫറെൻറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അതിലിട്ടു. എന്നാൽ 50 റുപ്യക്ക് വിറ്റ ആൾ ഞാനിത് 50 റുപ്യക്ക് വിൽക്കാൻ കാരണം ഇതിന് ട്രാവൽ കോസ്റ്റ് ഇതാണ്, ക്യാമറ കോസ്റ്റ് ഇതാണ്, ഇതിൻ്റെ ക്ലോത്ത് ഇതാണ്, ഇതിന് ഇത്ര എക്സ്പെൻസീവ് ആണ്, ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് അഹാന ഇസ് നോട്ട് എ പേഴ്സൺ ഹാവിങ് എ ബ്രാൻഡ് വാല്യൂ.
ഇപ്പം നൈക്ക് അല്ലെങ്കിൽ വേറെ കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ബ്രാൻഡ് പുലി എൻ്റെ ഏട്ടനവിടെ കാണുന്നില്ല. ഇവിടെ ചോദിച്ചറിയാം, കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ചെരുപ്പിൻ്റെ ബ്രാൻഡ്സ് പറയുകയാണെങ്കിൽ അഡിഡാസ് ഉണ്ട്, പ്യൂമയുണ്ട്, നൈക്ക് ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിനൊക്കെ അതിൻ്റെതായ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതുപോലെ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരാളല്ല അഹാന. ആയിരിക്കും സിന്തറ്റിക് ഓർഗാൻസൊക്കെയും പ്യുവർ ഓർഗാൻസൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലും ഒക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്ന് കയറിയിരുന്ന് പറഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് വാങ്ങണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അത് ഏത് പേജിലാണോ കാണുന്നത് അവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സസ് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. അതിൽ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെ ചോയ്സിന് മാത്രമാണ് സാധനം വാങ്ങുന്നത്. ഈ പുറത്തത്തെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവില്ല. അഹാന ഈസ് എ ബ്രാൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഉള്ള പേഴ്സൺ ആണെന്ന് കരുതി അഹാന പേജ് കൊണ്ടുപോയിട്ട് ഏത് സാരിയും ഏത് റേറ്റിനും വിറ്റാൽ വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ടാവാം. ആ ലിസ്റ്റിൽ ഒരിക്കലും നമ്മളില്ല. അങ്ങനെ വാങ്ങി കബളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ ഈ സാധനം തന്നതാ. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഐ ബിലീവ് ഞാനിപ്പോൾ എൻ്റെ ബ്രദറിനോട് ചോദിച്ചൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് ചോദിച്ചൊരു കാര്യമാണ്. ഞാൻ 5 ഷൂവിൻ്റെ ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ ഈ ബ്രാൻഡിൻ്റെ ഷൂ ഒക്കെ അല്ലേ നീ കൂടുതലും യൂസ് ചെയ്യല്ലേ? അപ്പം എന്നോട് പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, എന്താ യൂസ് ചെയ്യുന്നത്? അത് ബ്രാൻഡഡ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ എല്ലാം ഉണ്ട്, എല്ലാം. അതുകൊണ്ട് ഞാൻ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇറക്കി, അതിലൊരു ഷൂ ഇറക്കിയാൽ നീ വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് ചന്ദ്രനോ? എന്ത് ബ്രാൻഡ് വാല്യൂ എന്താ? ഓക്കെ, ചന്ദ്രനല്ല, അമിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഞാൻ ഇറക്കിയാൽ, ഇനി ചന്ദ്രൻ എന്ന് പേര് പറയുമ്പോൾ ആർക്കും ഹേർട്ട് ആവാണ്ടിരിക്കാൻ പറയാം, അമിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇറക്കി ഞാനൊരു സാധനം വാങ്ങിയാൽ നിങ്ങൾ വാങ്ങുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതിനെന്ത് ബ്രാൻഡ് വാല്യൂ? അത് ആർക്കറിയാം, എവിടെ അറിയാം? അത്ര തന്നെ ഉള്ളൂ. അഹാന ഒരു ഗുഡ് ആക്ടറാണ്, ഒരു ഗുഡ് കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഞങ്ങൾ 100% സമ്മതിക്കുന്നു. പക്ഷെ അഹാന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ അഹാനയുടെ പ്രൊഡക്റ്റിന് ഇന്നൊരു വാല്യൂ, ഇന്നൊരു ക്വാളിറ്റി, ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. മേ ബി ഫ്യൂച്ചർ വരാം. ഇതേ എനിക്ക് പറയാനുള്ളൂ. ദിസ് വീഡിയോ ഇസ് നോട്ട് അഗെയിൻസ്റ്റ് അഹാന കൃഷ്ണ ഓർ സംതിങ്. ഈ വീഡിയോയിൽ ഇവിടെ ഈ കുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞതിൽ പ്രകാരം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടെ എന്തോ ഒരു വലിയ സാധനം ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റേർഡ്. ബൈ ഗൈസ്.